ഇതിന്റെ മുകളിൽ നിന്ന് തല കുത്തി വീണ്ട് ജോണിനൊന്നും പറ്റിയില്ല. പനി പിടിച്ച നിനക്ക് ഇങ്ങനെ എങ്ങനെയാടാ നീ ഇത് കുടിക്കുക? നീ ഉണ്ടാക്കിയതാണോ? അതെടാ. എന്നാലും കളക്കം കൊടുക്കും. ആ സാഹിബുമാർ ചെക്കൗട്ടായ പേടിച്ചിട്ടാടാ. ഇന്നലെ ഇവിടെ മൊത്തം സീനായല്ലോ. സാരല്ലടാ, എല്ലാം ശരിയാവും. ഇനി എന്ത് ശരിയാവാനാണ്? കിട്ടി, കംപ്ലീറ്റും കിട്ടി. എന്ത്? ജോൺ ഡോൺ ബോസ്കോ എന്ന ബുദ്ധിരാക്ഷസൻ തെണ്ടിയുടെ കംപ്ലീറ്റ് ചരിത്രം. പക്ഷേ അവൻ അറിഞ്ഞില്ല, അവനെ വിറ്റ് പോക്കലിട്ട ബുദ്ധി ഈ ഡെന്നി കൊക്കിനുണ്ട്. നീ നിന്ന് തിരുവാതിര കളിക്കാതെ സമാധാനമുള്ള പോലെ കാര്യം പറയണ്ട ഡെന്നി. സമാധാനം തരുന്ന വാർത്ത മാത്രമുള്ളൂ മക്കളെ. അച്ഛൻ പറഞ്ഞ പോലെ ഒരു മാങ്ങാത്തുള്ളിയല്ലേ. പിന്നെ കോളേജിൽ ലൈബ്രറിയനായിരുന്നല്ലോ നമ്മുടെ ഡാഗിനി. അവിടെ പഠിക്കാൻ ചെന്നപ്പോ പരിചയപ്പെട്ടതാണ് ഈ യങ് ജോണിനെ. 2 ഓർഫൻസ്. ഓക്കെ, സ്നേഹം, സെന്റിമെന്റ്സ്. അവസാനം അയാൾ അവർക്കൊരു മോനെ പോലെ. അയാൾ അവരെ മമ്മ എന്ന് വിളിച്ചു. എന്റെ പൊന്ന് ഡെന്നി, നാടകം അവസാനിപ്പിക്കുക, എനിക്ക് പനി കൂടും. കോളേജ് പഠിത്തം കഴിഞ്ഞ് കുറെ കാലം അയാൾ നമ്മളെ പേടിപ്പിച്ച പോലെ ഇവിടെ ലൊട്ടിലൊടുക്ക് പരിപാടിയായിട്ട് നടന്നു. പിന്നെ ഏതൊരു കപ്പലിൽ ജോലി കിട്ടിയപ്പോ അങ്ങോട്ട് പോയി. വല്ലപ്പോഴും ലീവിന് വരുമ്പോ ഡാഗിനിയുടെ വീട്ടിൽ താമസിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ള? അത്ര തന്നെ ഇല്ല. നമ്മളെല്ലാരും കൂടി പറഞ്ഞു പറ്റിക്കായിരുന്നടാ. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ദൃശ്യം. ഇറ്റ് വാസ് എ പ്ലേ. ആ കിളവിയും അച്ഛനും എല്ലാരും എനിക്ക് കൂട്ടും. നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരു പ്രേതത്തിന്റെ കഥ ഇവരെല്ലാരും കൂടി തുറന്നു വെച്ചു. റിവൈൻഡ്, റിവൈൻഡ്. എടാ, നമ്മുടെ ഈ റിസോർട്ട് ഡാഗിനിക്ക് എന്നൊരു ഭീഷണിയായിരുന്നു. അന്ന് ആ കണ്ണാടി പൊട്ടിച്ച അച്ഛൻ തന്നെയായിരുന്നു. ആരോ തള്ളിയിട്ടതായി അഭിനയിക്കായിരുന്ന തെണ്ടി ജോൺ. എടാ, ഇത്ര ഹൈറ്റിൽ നിന്ന് വീണ്ടും പുഷ്പം പോലെ അയാൾ എണിച്ചു പോയത്. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞ? എന്റെ ബുദ്ധി. ഗോസ്റ്റ് ഹൗസിലെ നെടുമുടി വേണുവാടാ ഡാഗിനിയും ജോണും. അവരുടെ ലക്ഷ്യം ചുളുവിലേക്ക് ഈ റിസോർട്ട് നമ്മുടെ അടിച്ചു മാറ്റാന്നുള്ളതാണ്. പക്ഷെ നമ്മളപ്പോ മൊബൈലിൽ കണ്ടതൊക്കെയോ? എടാ, നിന്റെ മൊബൈലിന്റെ പാസ്വേഡ് നിന്റെ മനസ്സിൽ നിന്ന് ചൂഴ്ന്നെടുക്കുന്ന മെന്റലിസ്റ്റ് ആണ് അയാൾ. അവനാണ് അതൊക്കെ ചെയ്യാൻ പാട്. ഇവിടെ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ റിസോർട്ട് അവർക്ക് പൊട്ടിക്കണം. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. തെണ്ടികൾ. അവർ അടുത്ത കരുക്കൾ നീക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മനോരുകിയുടെ എല്ലാം എന്നെ തല്ലിയാലും കൊന്നാലും എനിക്ക് മറിച്ചൊന്നും പറയാനല്ല സാറേ. 22-ാം തീയതി രാവിലെ ഞാൻ മേഴ്സിക്കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാനാ. വില കൊണ്ട് ഒത്തില്ല. പിന്നെ ഞാൻ നേരെ ബോധമുഖത്തേക്ക് പോയി. അവിടെ വേറൊരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യമുണ്ടായിരുന്നു. നമ്മുടെ സൈബർ സാറിന്റെ. ഇത് നമ്മള് മറ്റുപ്പെടുമ്പല്ലേ സാറേ. മേടിച്ച് എനിക്ക് പെങ്ങളെ പോലെയായിരുന്നു സാറേ. ഞാൻ അവളെ കൊല്ലില്ല. ഇനി എന്നെ തല്ലല്ലേ സാറേ. കേട്ടില്ലേ? 2 ആഴ്ച ചോദ്യം ചെയ്തിട്ടും അവ ഇത് തന്നെ പറയണം. അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ ഇത് മാത്രമാണ് പറയുന്നതെന്നാണോ? ഓൾമോസ്റ്റ് വേർഡ് ബൈ വേർഡ്. വൈ? Then he is lying. തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും, അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിംഗ് ആക്കും. ഹി ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് മീൻസ് ഇറ്റ്സ് ബിൻ റിഹേഴ്സ്ഡ്. അദ്ദേഹത്തിൻ്റെ ടൊണാലിറ്റിയിലും പ്രോബ്ലംസ് ഉണ്ട്. So you think he is the criminal? ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാവുന്നവരാ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു. അത് കള്ളമാവാം, സത്യമാവാം. എൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക്. 2 പേരുടെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ആണെന്നുള്ളതാണ് സത്യം. മുഖങ്ങൾ മാറും, പാറ്റേൺ റിപ്പീറ്റ്സ്. എടാ, ഇത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. പല കേസുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവും. പിന്നെന്താ, പൈസ തന്നാൽ മതി. അല്ല, എന്താ ഇനി പ്ലാൻ? ഇവിടെ തന്നെ ഉണ്ടാവും അതോ പഴയ പോലെ ഓടിപ്പോവും? അതറിയായിരുന്നെങ്കിൽ ലൈഫ് എന്തൊരു ബോറായി പോയാണ്. അവനൊറ്റ ചവിട്ടിനും ഇവിടെ വാടാ. ഞാൻ വരണോ? പോലീസ് ആദ്യത്തെ പൊക്കി കാണും. ഫ്രോഡല്ലേ? വള്ളിനിക്കരായിട്ട് വരുന്നുണ്ടില്ല. ഡോക്ടർ സണ്ണിയുടെ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ പറ്റിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോകാന്ന് പറഞ്ഞിരിക്കാം മാലിന്. ഉള്ള ഡോക്ടർ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറയുള്ളൂ. ആ, മോർണിംഗ്. മോർണിംഗ്. ഇതൊക്കെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സാണ്. ഡെന്നി, ഷിബു, പ്രിയൻ. ഹായ്. ഇവർക്ക് ഇവിടെ നല്ലൊരു ഉഗ്രൻ റിസോർട്ട് ഉണ്ടാ. ഓ, ഇസ് ഇറ്റ്? യു ഷുഡ് വിസിറ്റ് സം ടൈം. ഡെഫിനറ്റ്ലി, നെക്സ്റ്റ് ടൈം. അപ്പോൾ ശരി. എടാ, നീ നാളെ വീട്ടിൽ വരില്ലേ? എടാ ഒരു മിനിറ്റ്. ഓക്കെ. നീ എന്നെ മൊബൈലിൽ കാണിച്ച് കക്ഷിയായിട്ടൊരു മീറ്റിംഗ് നാളെ അറേഞ്ച് ചെയ്യും. ഷുവർ. ഇത് നമ്മളെ വലയ വീട്ടാനുള്ള പുതിയ നമ്പർ അല്ല, ഇത് കമ്മീഷണർ തന്നെ. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് സ്കൈപ്പില ടിവിയിൽ. ഓക്കെ. ആകാശ് കുര്യൻ ഏതെങ്കിലും ഒരു കമ്മീഷണർക്ക് പേര് കേട്ടിട്ടുണ്ട്? ദേവൻ IBS ഇന്ത്യൻ ബിരിയാണി സർവീസ്. എന്തൊക്കെ കമ്മീഷണർക്ക് ഇവിടെ? ചില കേസുകൾക്ക് ഞാൻ അവർക്ക് കൺസൾട്ടിങ് ചെയ്യാറുണ്ട്. ആ, പുതിയ തള്ളു വേറെ എന്താ? റിസോർട്ടിലെ പ്രേതമല്ലല്ലോ ഇപ്പം നിങ്ങളുടെ പ്രശ്നം. അതെ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? വേണ്ട, യു ആർ ഫ്രീ ടു ലീവ്.
അല്ല അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എങ്ങനെ ശരിയാണേ? അതെ, പ്രേതത്തിനെ പേടിക്കണ്ട, അതിന് ശക്തിയില്ല എന്നൊക്കെ നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ നിങ്ങളെ തള്ളിയിട്ട് ഡയലോഗ് അടിച്ചാ നീ എന്ത് ചെയ്യൂടാ? അതേ കൊക്കുമാരത്തെ എനിക്ക് ശരിക്കറിയില്ല. എന്താ കാണിക്കണ കോക്ക? കാണിച്ചു എന്താ പ്രോബ്ലം? ഏയ് ഒന്നുമില്ല അമ്മ, കണ്ടില്ല, ഇത്രേ ഉള്ളൂ സംഭവം. ഡെന്നിയെ ഞാൻ ചൊറിഞ്ഞു, ഡെന്നി എന്നെ തള്ളി. ഇത് തന്നെ അവിടെ സംഭവിച്ചുള്ളൂ. ഞാൻ അതിനെ ചൊറിഞ്ഞു, അത് റിയാക്ട് ചെയ്തു. That's all. എന്താ പിള്ളേരെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ തീർന്നില്ലേ? ഇവരൊക്കെ തന്നെയല്ലേ പ്രശ്നം. ഞങ്ങളെന്ത് പ്രശ്നം? മമ്മ, ഇവരുടെ റിസോർട്ട് അടിച്ചു മാറ്റാൻ വേണ്ടി ഞാനും മമ്മയും കൂടി അവിടെ പ്രയത്നം ഇറക്കിയെന്നവർ വിചാരിച്ചിരിക്കണേ. അങ്ങനെ വിചാരിക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? എനിക്കെന്തിനാ പിള്ളേരെ നിങ്ങളുടെ റിസോർട്ട്? നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മമ്മ, മമ്മ ചിലപ്പോൾ അതിനകത്ത് വിഷം ചേർത്തുണ്ടെങ്കിലോ അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. എടാ പിള്ളേരല്ലേ. അതന്നെ. ചായ വേണോ? കാപ്പി മതി. മമ്മ, വിഷം ചേർക്കേണ്ട ഒരു 3 കാപ്പി. Done. നിങ്ങളെ കുറിച്ച് 100 കഥകളാണല്ലോ ബൈ കേൾക്കുന്നത്. ഓ, എന്താണോ കേട്ടത്? ഞാനും ഡാഗിനിയും തമ്മിൽ എന്തെങ്കിലും അവഹിതം ഉണ്ടെന്നാണോ? നമ്മുടെ നാട്ടുകാരല്ലേ. എൻ്റെ ലൈഫ് വളരെ സിമ്പിളാണോ? ഇതാണോ സിമ്പിൾ?